ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലുള്ള അതായത് അലഹാബാദ് കോട്ടയിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പാതാൾപുരി ക്ഷേത്രം കാണാനാണ് നമ്മൾ പോകുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു അണ്ടർഗ്രൗണ്ട് ക്ഷേത്രമാണ്. അതിലേക്ക് വെളിച്ചും വായുവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സ്ഥാപിച്ച സംഭവമാണിത്. ഇത് പണ്ടത്തെ കാലത്ത് അതായത് 3000 വർഷത്തോളം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രമാണ്. ശ്രീരാമനും സീതാദേവിയൊക്കെ വന്ന് ആരാധിച്ചിരുന്ന ക്ഷേത്രമെന്ന് പറയുന്നുണ്ട്. അതേ 3000 വർഷം പഴക്കം എന്ന് പറഞ്ഞാൽ ഊഹിച്ചാൽ അറിയാലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ താഴോട്ട്. ഈ കാണുന്ന ആൽമരമുണ്ടല്ലോ, ഇതിനൊക്കെ വളരെ പ്രശസ്തിയുള്ള ആൽമരമാണ്. ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പാപമുത്തിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അണ്ടർഗ്രൗണ്ടിലേക്ക് ഒന്ന് ഇറങ്ങി ചെന്ന് നോക്കാം. ഇതൊക്കെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യേൻ്റെ അണ്ടറിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഇതിനുള്ളിലേക്ക് വരാൻ ചില രാവിലെ 7 to വൈകുന്നേരം 6 മണിയാണ് സന്ദർശക സമയം. പിന്നെ അതും റെസ്ട്രിക്റ്റഡ് ആണ്. എന്താ വെച്ചാൽ ഇതൊക്കെ സൈന്യത്തിൻ്റെ അണ്ടറിലാണ്. ഇപ്പം സൈന്യമാണ് ഈ കോട്ടൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത്. അപ്പം അവരും കൂടി പെർമിഷൻ കിട്ടിയാൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ചില പ്രത്യേക ദിവസങ്ങളിലൊക്കെ ഇത് ക്ലോസ് ആയിരിക്കും. ഇപ്പം പ്രത്യേകിച്ച് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഉച്ച സമയത്താണ് ഞാൻ അതിൽ പോയത്. അപ്പം അത്ര തിരക്കൊന്നും അനുഭവപ്പെട്ടില്ല. ഈവനിങ്ങും ഈ രാവിലെയൊക്കെ ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അണ്ടർഗ്രൗണ്ട് ആകുമ്പോൾ അറിയാലോ, ഇതിലേക്ക് വെളിച്ചമൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് ഇതും മേലോട്ടൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഒക്കെ ഫുള്ള് ഈ ചുവന്ന കല്ലിൻ്റെ പാളികൾ, ചുവന്ന കല്ലിൻ്റെ പില്ലറുകൾ, ഇതൊക്കെയാണ്. പിന്നെ കുറച്ചൊരു പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടെന്നല്ലാണ്ട് ഇതൊക്കെ അന്നത്തെ കാലത്ത് അത്രയും 3000 വർഷത്തിന് മുമ്പ് പഴക്കം എന്നൊക്കെ ആലോചിച്ച് നോക്കിയാൽ കണ്ടോ, പില്ലറുകൾ കണ്ടോ, ഒരേ മാതിരിയുള്ള പില്ലറുകൾ സെറ്റ് ചെയ്തിട്ട് പില്ലർ ബീം ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള സംഭവം. പല പല മൂർത്തികൾ. നമുക്കൊരു അനുഭവമാണ്. കാരണം നമ്മളിപ്പോൾ ഭൂമിൻ്റെ അടിയിലാണുള്ളത്. പിന്നെ ഇതിൻ്റെ അടിയിൽ തന്നെ ഈ നമ്മൾ പുറത്ത് കണ്ട ആൽമരത്തിൻ്റെ വേരുകളൊക്കെ ഇതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാം. അതിന് ആരാധിക്കുന്ന അതിനൊക്കെ വളരെ നമുക്ക് നെറ്റിലൊക്കെ അടിച്ച് നോക്കി കാണുന്നതിനൊക്കെ വളരെ പ്രാധാന്യം ഉണ്ട്. കാരണം അത് കാണാനും ഈ പാപമുക്തിക്ക് വേണ്ടിയിട്ട് കാണാനും, പിന്നെ പണ്ടത്തെ കാലത്ത് പുനർജന്മത്തിൽ നിന്നൊക്കെ, അതായത് ഒറ്റ ജന്മം മാത്രം മതി, പുനർജന്മം ഇനി വേണ്ട, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇവിടെ വന്ന് ആത്മാഹുതി ചെയ്യുന്ന ടീം, പാപമുക്തി, അങ്ങനെയുള്ള കുറേ വിശ്വാസപരമായിട്ടുള്ള ഭയങ്കര സംഭവമുണ്ട്. പിന്നെ ജൈനമത വിശ്വാസമായിട്ട് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, ഇതൊക്കെ നമ്മൾ അണ്ടർഗ്രൗണ്ടാണ് ഇപ്പോൾ ഉള്ളത്. ഭൂമിൻ്റെ അടിയിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഇതൊക്കെ ഉള്ളത്. അത്രയും വർഷങ്ങൾക്ക് മുന്നേ പഴക്കമുള്ള സംഭവമാണ്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും കണ്ടോ, കുറേ ഏരിയ ഉണ്ട്. പക്ഷേ ആ ഏരിയ മൊത്തം ഇങ്ങനെ ഇതേപോലെ തന്നെ തൂണുകൾ വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്താണ്. ഇത് കണ്ടോ, ഇതാണ് ആ ആൽമരത്തിൻ്റെ വേര് ഞാൻ പറഞ്ഞത്. ഈ ആൽമരത്തിൻ്റെ വേരാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അക്ഷയവധം എന്ന് അടിച്ചു നോക്കിയാൽ, അക്ഷയവടം എന്ന് അടിച്ചു നോക്കിയാൽ നമുക്ക് കാണാം. അതായത് മരണമില്ലാത്ത മരം എന്നാണ് അതിൻ്റെ അർത്ഥം. കണ്ടോ, പല സ്ഥലത്തും പല മൂർത്തികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നത്തെ കാലത്ത് സെറ്റ് ചെയ്ത സംഭവമാണ്. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. തിരക്കുള്ള സമയത്ത് എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് താഴോട്ട് നമ്മൾ ആളെ കടത്തി വിടുന്നത് വെച്ചാൽ കുറച്ച് ആളെ കടത്തി വിടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇതിനുള്ള അത്രയും കൺജസ്റ്റഡ് ഇതായതുകൊണ്ട് അത്രയും കൂടുതൽ ആൾക്കാർ കടത്തി വിടുമ്പോൾ വളരെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. കണ്ടോ, ഇത്രയും പഴക്കം ചെന്ന ക്ഷേത്രം ആയതുകൊണ്ടും ഇത്രയും പുരാതനമായ ഒരു സംഭവം ആയതുകൊണ്ടും മാത്രം ഞാൻ ആദ്യം തൊഴുതിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഒരു ക്യാമറ എടുത്ത് പിന്നെ ഇതിനുള്ളിൽ പോയത്. ഇനി നമുക്ക് കാണാനുള്ളത് എന്ന് വെച്ചാൽ ഇവിടെ ഈ മുഗൾ ചക്രവർത്തി ജഹാംഗീറിൻ്റെ ആദ്യ പത്നി, മകൻ, അവരുടെ മകള്, ഇവരുടെയൊക്കെ ശവകുടീരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതൊക്കെ എന്ന് വെച്ചാൽ ഞാൻ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് വീഡിയോ അവിടെ ചെന്നിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.